കർണാടക സർക്കാരിൽ കൂടുതൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 24 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളുമായി കമലേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. കമലേഷ്, ഇന്നാണ് 24 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. ഇതോടെ മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം 34ആയി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കമലേഷ്? ഭദ്ര, തീർച്ചയായും 24 മന്ത്രിമാരാണ് പുതുതായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ്. നിലവിൽ ഇതിലിപ്പോൾ കോൺഗ്രസിൻ്റെ ലീഡർ HK പാട്ടീലാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സീനിയർ കോൺഗ്രസ് നേതാവാണ്, മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതുപോലെ തന്നെ 3 വട്ടം മന്ത്രിയായിരുന്ന കിഷൻ ബൈരേഗൌഡ അതിനുശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ നിലയിൽ 2 പേർ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതോടൊപ്പം പിന്നാലെ N. ചെലുവരായ സ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ദളിത് കോൺഗ്രസ് MLA ആയിട്ടുള്ള HC മഹാദേവപ്പ സത്യപ്രതിജ്ഞ ചെയ്തു. അതിന് പിന്നാലെ അതോടൊപ്പം നേരത്തെ 3 തവണ MLA ആയി ജയിച്ചു വന്നിരുന്ന KN രാജണ്ണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. മുൻ KPCC പ്രസിഡന്റ് ദിനേശ് ഗുണ്ടുറാവു സത്യപ്രതിജ്ഞ ചെയ്തു. ഇത്രയും ആളുകളാണ് ഇപ്പോൾ നിലവിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. 6ഓളം ആളുകൾ, 6 MLA മാർ ഇപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനിയും 18ഓളം ആളുകൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ഇതോടെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ആകെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 34 ആവുകയാണ്. ഭദ്ര. കമലേഷ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന ലക്ഷ്മൺ സവാഡി, അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സഭാ വിപുലീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഏറെ പ്രതീക്ഷയോട് കൂടിയായിരിക്കില്ലേ കമലേഷ് വന്നിട്ടുണ്ടാവുക? കാരണം അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകാം എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ജഗദീഷ് ഷട്ടാറും. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ സവാഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ രീതിയിൽ വിജയം കൈവരിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു മന്ത്രിസഭാ രൂപീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഭദ്ര, അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മന്ത്രിസഭ വിപുലീകരിക്കുന്നത്. അതോടൊപ്പം വലിയ പ്രതീക്ഷയോടെ ആളുകൾ കണ്ടിരുന്ന മറ്റൊരു പേര് മലയാളി കൂടിയായിട്ടുള്ള NA ഹാരിസിൻ്റെതാണ്. നേരത്തെ തന്നെ അവിടെ MLA ആയി വിജയിച്ച് വന്നിരുന്ന ആളാണ് NA ഹാരിസ്. ഇക്കുറിയും അദ്ദേഹം വലിയ വിജയം അവിടെ നേടുകയുണ്ടായി. സ്വാഭാവികമായും NA ഹാരിസ് ഇക്കുറി മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന പ്രതീക്ഷ പൊതുവെ വെച്ചു പുലർത്തപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. NA ഹാരിസും ഇതുപോലെ തന്നെ ലക്ഷ്മൺ സാവഡിയും ഈ മന്ത്രിസഭയിൽ വരുന്ന ആളുകളുടെ ലിസ്റ്റിൽ നിന്നും പുറത്തു പോകുന്ന സാഹചര്യമാണ്. അതേസമയം മറ്റൊരു മലയാളിയായിട്ടുള്ള UT ഖാദർ സ്പീക്കറായി കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പേര് ഭദ്ര സൂചിപ്പിച്ചിരുന്നത് ജഗദീഷ് ഷട്ടാറിൻ്റെ പേരാണ്. അദ്ദേഹവും വലിയ പ്രതീക്ഷയോടെ മത്സരിച്ച ആളാണ്, പക്ഷേ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെങ്കിൽ അതിനു മുൻപ് ചില നടപടിക്രമങ്ങളുണ്ട്. MLC അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി ആലോചിച്ച ശേഷം അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആലോചന കൂടി കർണാടകയിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇന്ന് 24 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അതിൽ 6ഓളം പേർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ആളുകളുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ കൂടി പുരോഗമിക്കുകയാണ്. ഭദ്ര. കമലേഷ്, പല ഘട്ടങ്ങളിലും ഈ കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കം പല ഘട്ടങ്ങളിലും പറയാറുണ്ട് സ്ത്രീ സാന്നിധ്യം കൂടുതൽ കോൺഗ്രസിനകത്ത്, അല്ലെങ്കിൽ ഓരോ മേഖലയിലും സ്ത്രീ സാന്നിധ്യം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമുക്കറിയാം ഇപ്പോൾ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു ഏക വനിത മാത്രമാണ് ഈ ഒരു മന്ത്രിസഭയിലെ സാന്നിധ്യം എന്ന് പറയുന്നത്. വനിതാ സാന്നിധ്യം എന്ന് പറയുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു അംഗം മാത്രമാണ് എന്നുള്ളതാണ്. അതെ ഭദ്ര, വലിയ തരത്തിൽ ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം, അവർക്ക് സംവരണം നൽകണം, അവർക്ക് എല്ലാ
സീറ്റുകളിലടക്കം മത്സരിക്കുന്ന സീറ്റുകളിലടക്കം പ്രാമുഖ്യം നൽകണം എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിലും അത് വലിയ തരത്തിൽ നടപ്പായിട്ടില്ല. വലിയ തരത്തിൽ അവർ ആവശ്യമുന്നയിച്ചെങ്കിലും ആ തരത്തിൽ അത് നടപ്പാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെയാണെങ്കിലും ഇപ്പോൾ MLA സ്ഥാനത്തേക്ക് നിയമസഭകളിൽ മത്സരിച്ച സ്ത്രീകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കിയാലാണ് ആ അന്തരം വ്യക്തമാവുക. അത്തരത്തിൽ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മാത്രമാണ്, ഒരു MLA മാത്രമാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും 34 അംഗ മന്ത്രിസഭയിൽ ഒരേ ഒരു വനിതാ പ്രാതിനിധ്യം മാത്രമാണ് ഉള്ളത് എന്നത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നത് ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിയാണ്. എന്നിരുന്നാലും ഒരേ ഒരു വനിതാ പ്രാതിനിധ്യം മാത്രമാണ് ഈ 34 അംഗ മന്ത്രിസഭയിൽ ഇപ്പോൾ ഉള്ളത്. ഭദ്ര, മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും അന്തിമ തീരുമാനമായിട്ടുണ്ടോ? കാരണം ഈ ലിംഗായത്തും വൊക്കലിംഗയും അതുപോലെ മുസ്ലിം സമുദായങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് വേണ്ട വകുപ്പുകൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം എടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ട 5 വകുപ്പുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആഭ്യന്തരം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള, റവന്യൂ വകുപ്പ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 5 വകുപ്പുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമുദായക്കാർക്കുള്ള അവരോട് അവഗണന കാണിക്കാനും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം ആയിട്ടുണ്ടോ കമലേഷ്? ഭദ്ര, ഈ ഘട്ടത്തിൽ വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ഈ ഏതൊക്കെ ആളുകളെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നത്, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന കാര്യമടക്കം ഏറ്റവും വൈകിയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. സിദ്ധരാമയ്യ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിൽ ആ ഒരു അന്തിമ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും അതിനനുസരിച്ചാണ് ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലിപ്പോൾ ഈ കോൺഗ്രസിന്റെ ജയത്തിൽ നിർണായകമായിട്ടുള്ള വൊക്കലിംഗ, അതുപോലെ തന്നെ ലിംഗായത്ത് അടക്കമുള്ള സമുദായങ്ങളുണ്ട്. ആ സമുദായങ്ങൾ നേരത്തെ തന്നെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചില വകുപ്പുകൾ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട MLA-മാർക്ക് നൽകണം, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് നൽകണം എന്നതടക്കം. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നും ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവർ ഈ വിദ്യാഭ്യാസം, ആഭ്യന്തരം, അതുപോലെ തന്നെ റവന്യൂ അടക്കമുള്ള വകുപ്പുകൾ തങ്ങൾക്ക് നൽകണം, അല്ലെങ്കിൽ തങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോവുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്. ഏതായാലും അത്തരം വിഷയങ്ങളിലൊന്നും ഈ ഘട്ടത്തിൽ തീരുമാനമായിട്ടില്ല. അതെല്ലാം ഈ സത്യപ്രതിജ്ഞ പൂർത്തീകരിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഭദ്ര, ശരി കമലേഷ്. കർണാടക സർക്കാരിൽ കൂടുതൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. 24 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഇന്ന്. ഇതോടെ ആകെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 34ആയി. അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ വിപുലീകരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 12 മുതൽ 14 വരെ വൊക്കലിംഗ, ലിംഗായത്ത് സമുദായങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, മുസ്ലിം സമുദായത്തെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മന്ത്രിസഭാ വിപുലീകരണം തന്നെയാണ് കർണാടകത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കമലേഷ്.